ചേർത്തലയിൽ പ്രസവശേഷം ഒരു കുഞ്ഞിനെ മറവ് ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. അതിനെ കൊലപ്പെടുത്തിയാണോ മറവ് ചെയ്തത്, അതോ പ്രസവിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ അമ്മ തന്നെ അതിനെ ഇത്തരത്തിൽ മറവ് ചെയ്യുകയാണ്, അതിൻ്റെ ആൺസുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി. നോക്കൂ, മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ എത്ര കണ്ടാലും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. എത്ര ക്രൂരമായിട്ടാണ് ഒരു കുഞ്ഞിനോട് പോലും പെരുമാറുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു തുടർച്ചയിൽ ഈ കേസിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കും. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ആ കുഞ്ഞിനെ ജനിച്ചതിന് ശേഷം കൊലപ്പെടുത്തുകയായിരുന്നോ, അതോ ഇവർ തന്നെയാണ് പ്രസവം എടുത്തത്, വീട്ടിലാണ് പ്രസവിച്ചത്, അപ്പോൾ സ്വാഭാവിക മരണം സംഭവിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അറിയാൻ കഴിയും. വിവരങ്ങളുമായി ഷാജഹാൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഷാജി, ഏറെ സങ്കടകരമായൊരു വാർത്തയായിരുന്നു ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കേട്ടത്. ഒരു കുഞ്ഞിനെ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ കുഴിച്ചു മൂടുന്നൊരു വാർത്ത. അത് കൊല്ലപ്പെട്ടതാണോ, അതോ ഇത്തരത്തിൽ പ്രസവം എടുത്ത സമയത്ത് ഉണ്ടായ മരണമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എത്ര പേരാണ് കസ്റ്റഡിയിലുള്ളത്? ഗുഡ് മോർണിംഗ് മനു. നമുക്ക് വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു നമ്മൾ ഇന്നലെ രാവിലെ ഇതേ സമയത്ത് നമ്മൾ കൊടുത്തത്. നമ്മളാണ് ആ വാർത്ത ആദ്യമായിട്ട് പുറം ലോകത്തെത്തിച്ചത്. എന്തായാലും ഒരു സ്ത്രീ അവർ എത്രത്തോളം ക്രൂരമായിട്ടൊരു കുഞ്ഞിനോട് പെരുമാറുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അവർ വീട്ടിൽ പ്രസവിക്കേണ്ട, നമുക്ക് ആശുപത്രിയിൽ പ്രസവിക്കാം എന്നൊക്കെ തന്നെ ഈ ആൺ സുഹൃത്ത് പലതവണ നിർബന്ധിച്ചതായിട്ടാണ് അയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ അടുത്ത മാസം കാനഡയിൽ പോകാനിരിക്കുകയായിരുന്നു ഈ ആൺ സുഹൃത്ത്. ഈ സ്ത്രീ ഗർഭിണിയായിരുന്നു എന്ന് പോലും ഇയാൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പോലീസിനോട് ഇദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റ് അടക്കം നടത്തുന്നതിന് വേണ്ടി കുഞ്ഞിൻ്റെ സാമ്പിളുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുക. മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തൽ. അതായത് അതിൻ്റെ സയൻറ്റിഫിക് ഉദ്യോഗസ്ഥർ കണ്ടതിന് ശേഷം നമ്മോട് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്വാഭാവിക മരണമാകാം സംഭവിച്ചതെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. പക്ഷേ എങ്കിലും സാങ്കേതികമായിട്ടുള്ള ഇതിൻ്റെ റിപ്പോർട്ടുകൾ, പരിശോധനകൾക്ക് ശേഷം റിപ്പോർട്ടുകൾ കിട്ടിയാൽ മാത്രമേ അതെന്താണ് മരണകാരണം എന്നറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ്. കുഞ്ഞിനെ മറവ് ചെയ്തതിന് ശേഷം ഈ പിതാവ് 2 ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം സങ്കടം ഈ കുഞ്ഞിൻ്റെ, അതായത് ഈ കുഞ്ഞിൻ്റെ അപ്പൻ എന്ന് ഇപ്പോൾ പറയുന്ന, അതായത് ഈ പെണ്ണിൻ്റെ ആൺ സുഹൃത്തായിട്ടുള്ള വ്യക്തി, ഇവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കും. 3 പേരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 പേരെ റിമാൻഡ് ചെയ്തു. സ്ത്രീ ഇപ്പോഴും ചികിത്സയിലാണ്, അതുകൊണ്ട് അവർ പോലീസ് നിരീക്ഷണത്തിലാണ്. ഇതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് രേഖപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു വല്ലവരും ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. ഒരു ആൺ സുഹൃത്തും പെൺ സുഹൃത്തും കൂടി ഒരു കുഞ്ഞിനെ രഹസ്യമായിട്ട് മറവ് ചെയ്യുകയും അത് മറ്റൊരു സുഹൃത്തിൻ്റെ സഹായം തേടുകയും, അങ്ങനെ 3 പേരും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഇന്നലെ രാവിലെ തന്നെ ഇവരെ 3 പേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഷാജി ഈ കളികളെല്ലാം കളിച്ചത്. നമുക്ക് ഒരു കുഞ്ഞിൻ്റെ ഒന്നും അറിയത്തില്ലാത്തൊരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടമായി പോയത്. ഇവരത് ആശുപത്രിയിൽ പോയി ആ പ്രസവം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇവർക്ക് വേണ്ടെങ്കിൽ അമ്മത്തൊട്ടിലെങ്കിലും ഉപേക്ഷിച്ചിരുന്നെങ്കിൽ കൊടുത്താൽ മതിയായിരുന്നു. അതിൻ്റെ ജീവനെങ്കിലും നിലനിർത്താൻ പറ്റുമായിരുന്നു. എന്നിട്ട് ആ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിച്ചു. വലിയ കാര്യമായി പോയി ചെയ്തത്, നന്നായി പോയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ എന്താ പറയുന്നത്? അതെ മനു, ഇതൊക്കെ തന്നെ പോലീസിന് ഇവർ നൽകുന്ന മൊഴികളാണ്. പക്ഷേ ഇന്ന് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാൽ മാത്രമേ കുഞ്ഞിൻ്റെ മരണം എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് ഇതൊക്കെ തന്നെ കണ്ടുപിടിച്ച ഒരു ഘട്ടത്തിൽ ഇവർ കുഞ്ഞിൻ്റെ സ്വാഭാവിക മരണം എന്നുള്ള നിലയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള വാർത്തകൾ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അതേതാണ്ട് ഒരു 10-12 മണിക്ക് മുൻപായിട്ട് അത്തരം വാർത്തകൾ നമുക്ക് നൽകാൻ സാധിക്കും. 10 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചു ഈ കുഞ്ഞിന് മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ മരണപ്പെടുകയും അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ വാർത്ത ഇന്നിപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഒരു കാര്യം പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വിഷയം പുറം ലോകത്തേക്ക് വാർത്തയായി എത്തുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംശയം ഉണ്ടാവുകയും പോലീസിലേക്ക് ഈ വിവരം എത്തുകയും ചെയ്യുന്നത്?
മനു, ഈ പൂച്ചാക്കൽ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയും തകഴി സ്വദേശിയായിട്ടുള്ള ഈ ആൺ സുഹൃത്തും തമ്മിൽ വളരെ കാലമായിട്ടുള്ളൊരു സൗഹൃദമായിരുന്നു. ആ സൗഹൃദത്തിനൊടുവിലാണ് അവർ ഗർഭിണിയാണ് എന്നുള്ള വാർത്ത അല്ലെങ്കിൽ വിവരം അവരറിയുന്നത്. അവരത് കാമുകനോട് അല്ലെങ്കിൽ ഈ ആൺ സുഹൃത്തിനോട് അറിയിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. പക്ഷേ അതിനുശേഷം വീട്ടിൽ പ്രസവിക്കുന്നു. ആ സമയം ഇയാളെ വിളിച്ചു വരുത്തുന്നു. ഇങ്ങനെ പ്രസവം നടന്നു, കുഞ്ഞ് മരണപ്പെട്ടു, കുഞ്ഞിനെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാളെ ഏൽപ്പിക്കുന്നു. അയാളത് മറ്റൊരു സുഹൃത്തിനെ കൂടി വിളിച്ചുകൊണ്ട് തകഴിയിൽ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൊണ്ട് അതിനെ മറവ് ചെയ്യുന്നു. എന്നിട്ട് ഈ പെൺകുട്ടി രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാരുടെ പരിശോധനയും അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഇവർക്ക് സംശയങ്ങൾ വന്നു. ഡോക്ടർമാർക്ക് അവർ ബന്ധപ്പെട്ട പൂച്ചാക്കൽ പോലീസിൽ വിവരം അറിയിച്ചു. പൂച്ചാക്കൽ പോലീസ് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ കഥകളുടെ ചുരുളൊക്കെ തന്നെ അഴിയുന്നത്. ഈ കുട്ടിയെ മറവ് ചെയ്തതും ഉടൻ തന്നെ ഈ പ്രതിയുമായിട്ട് രാത്രി തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ആ പ്രദേശം മാർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇന്നലെ രാവിലെ ഏതാണ്ട് രാവിലെ തന്നെ ആ കുട്ടിയെ പുറത്തെടുക്കുമെന്നാണ് കരുതിയതെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞിനെ ഈ പ്രതികൾ കാണിച്ച സ്ഥലത്ത് നിന്നും കുഞ്ഞിൻ്റെ മൃതദേഹം എടുക്കുന്നത്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി പോലീസിൻ്റെ ആശുപത്രിയിലായതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 2 പേരും ഇപ്പോഴും റിമാൻഡിലാണ്. അവർ 2 പേരെയും ഇന്ന് പുലർച്ചയോട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് ആ കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോഴാണ് നമുക്ക് വ്യക്തമാവുക ഇത് മാസം തികയാതെ പ്രസവിച്ചപ്പോൾ ഉണ്ടായ സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഷാജഹാനാണ് വിവരങ്ങൾ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.